بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും ആദരണീയമായ ഒരു സമയത്തിലൂടെയാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിൽ കൂടാൻ നമുക്കും അള്ളാഹു അവസരം തന്ന് ആയുസ്സിൽ ആവർത്തിക്കുന്ന അനുഗ്രഹമായി ഇനിയും ധാരാളം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ റബ്ബ് കനിഞ്ഞേകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ബലിപെരുന്നാൾ സമീപിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ഒരുക്കങ്ങളിലെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ആ കർമ്മത്തിൽ നമ്മൾ നിരതരാണ്, അനുഭവസ്ഥരാണ്. അതിൻ്റെ കാർമ്മിക പദങ്ങളിൽ നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നു, ആവേശത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടെ പെരുന്നാളിൻ്റെ ആഘോഷഭാഗമായി തന്നെ നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ബന്ധപ്പെടുന്നു. സാധാരണക്കാർ ആ വിഷയത്തെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടുതലും കൈകാര്യകർത്താക്കൾ സാധാരണക്കാർ. സ്വാഭാവികമാണ് ആ മേഖലയിൽ അറിവിൻ്റെ കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നിടത്ത് അദബുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഒരമലാണ് എന്ന ബോധത്തോടുകൂടെ ഉദ്ഹിയ്യത്ത് കർമ്മത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് ഓരോ വർഷവും ആ സന്ദർഭം വരുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യകർമ്മത്തിൻ്റെ പ്രാമാണിക അടിസ്ഥാനം തന്നെ പരിശോധിച്ചാൽ ഇതൊരു സാധാരണ കർമ്മമല്ല. വല്ലസ്ലു ഫീ മശ്റൂഇയ്യതിഹാ അൽ കിതാബു വസ്സുന്നത്തു വ ഇജ്മാഉൽ ഉമ്മ. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്ന ചില ഇബാറത്തുകളാണിത്. ഖുർആനും ഹദീസും സ്വഹാബത്തിന്റെ ഇജ്മാഉം സമഞ്ജസമായി സമന്വയിച്ച ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. അത്രയും വലിയ ഒരു പ്രാമാണികത ഇതിൽ കാണാനുണ്ട് എങ്കിൽ അതിൻ്റെ ഗൗരവം അങ്ങനെ തന്നെയാണ്. ഉദ്ഹിയ്യ എന്ന പേര് പോലും സുമ്മിയത് ബി അവ്വലി അസ്മിനത്തി ഫിഅലിഹാ വഹുവ വഖത്തുൽ ളുഹാ. ളുഹാ നേരത്താണ് ഉദ്ഹിയ്യ കർമ്മത്തിന്റെ ആദ്യ അർപ്പണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ളുഹാ നേരം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇബ്നു ഹജർ തങ്ങൾ വീണ്ടും പറയാണ്, ഉദ്ഹിയ്യത്തിന്റെ മതവിധി തന്നെ സുമ്മ മദ്ഹബുന അന്ന തദ്ഹിയ്യത സുന്നത്തുൻ ഫി ഹഖ്ന ലിഹുറിൻ ഔ മുബഅലിൻ മുസ്ലിമിൻ മുകല്ലഫിൻ റഷീദ്. ആണിനും പെണ്ണിനും സുന്നത്ത് മുഅക്കദയാണ്. കഴിവുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ, സ്വതന്ത്രനെങ്കിൽ ആ വിഷയത്തിൽ സുന്നത്ത് മുഅക്കദ എന്ന തലത്തിലാണ് മതം ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ സുന്നത്ത്. വാജിബാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഏതായാലും ശാഫിഈ മദ്ഹബിൽ സുന്നത്ത് മുഅക്കദയാണ്. ദാനധർമ്മങ്ങളിൽ ഉദ്ഹിയ്യത്തിന്റെ സ്ഥാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഏറ്റവും വലിയ ദാനധർമ്മം എന്നാണ്. സയ്യിദുൽ ബക്രി ആയനത്തിൽ പറയുന്നത് അഫ്ളലു മിനസ് സ്വദഖ എന്നാണ്. സാധാരണ സ്വദഖയേക്കാളും വളരെ ശ്രേഷ്ഠകരമാണ് ഉദ്ഹിയ്യത്തിന്റെ മാംസ വിതരണം എന്ന്. ഉദ്ഹിയ്യത്ത് കർമ്മം വലിയ പുണ്യം, വലിയ അമൽ. ആ അറിവ് കഴിഞ്ഞ ശേഷം മാംസ വിതരണം ഒരു വലിയ സ്വദഖ എന്നാണ്. ലിൽഇഖ്തിലാഫി ഫി വുജൂബിഹാ വലിഖൗലി ശാഫിഈ റളിയല്ലാഹു അൻഹു ലാ ഉറഖിസു ഫി തർക്കിഹാ ലിമൻ ഖദറ അലൈഹാ വമുറാദുഹു അന്നഹു യുക്റഹു തർക്കുഹാ ലിൽഖാദിരി അലൈഹാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിവുള്ളവൻ അത് ഒഴിവാക്കാൻ ഞാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണുന്നില്ല.
ശാഫിഈ മദ്ഹബിൽ കഴിവുള്ളവനോട് ഒഴിവാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പറയുന്നില്ല, കഴിവുള്ളവൻ ചെയ്തേ പറ്റൂ. മാത്രവുമല്ല, കഴിവുള്ളവൻ ഉദ്ഹിയത്തിന് കഴിയാന്ന് പറഞ്ഞാൽ പണക്കാരുടെ മാത്രം ഒരു പരിപാടിയല്ലത്. അതിന് കഴിവാവുക എന്നത് വളരെ ചെറിയ വരുമാനത്തിലുള്ളവർക്കും സാധ്യമാകുന്ന ഒരു കാര്യം. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഏകദേശം ഒരു മാസം 500 രൂപ അതിന് മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു സംഖ്യ മാറ്റിവെച്ചാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഉദ്ഹിയയിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഏതൊരു സാധാരണക്കാരനും കഴിയും. അത് കഴിവാകുന്ന ആള് തനിക്ക് കഴിവാകുമെന്ന് ബോധ്യപ്പെടണം. അതാണ് നമ്മെ പഠിപ്പിക്കേണ്ടത് ആദ്യം. അങ്ങനെ കഴിവാകുന്ന ആള് ഒഴിവാക്കൽ കറാഹത്താണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സയ്യിദുൽ ബക്കരി ആയനത്തിൽ രേഖപ്പെടുത്തുന്നു. സാധാരണ ദാനധർമ്മങ്ങൾ തന്നെ ആപത്തിന് കാവലാണ്. ഏറ്റവും അഫ്ളലായ ദാനധർമ്മം അപ്പോൾ എത്രമാത്രം കാവൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടി നാം ഇതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ അനശ്വര ആയത്തുകൾ നമ്മുടെ മുന്നിൽ തരുന്ന ഒരു വലിയ പഠനമുണ്ട്. ഉദ്ഹിയയെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി ഖുർആന്റെ ആയത്തുകളിൽ നമ്മൾ കാണപ്പെടുന്നത് 2 ഇടങ്ങളിലാണ്. ആ 2 ഇടങ്ങളിലെ പ്രയോഗങ്ങൾ തന്നെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ ദാനധർമ്മത്തിന്റെ ആത്മീയ വശവും അതിന്റെ ഭൗതിക വശവും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സദഖത ലതുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മീതതസ്സു ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സദഖ അള്ളാഹുവിന് നമ്മോട് കോപമുണ്ടെങ്കിൽ അത് തണുപ്പിച്ചു കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സദഖ, കാരണം നമ്മൾ അത്ര വൃത്തികെട്ട തെറ്റാ ചെയ്തത്. അള്ളാഹുവിന് നമ്മോട് എന്തായാലും ദേഷ്യമുണ്ട്. അള്ളാഹിനെ തണുപ്പിക്കണോ, നീ ഒരു സദഖ ചെയ്താൽ ആ സാധാരണ സദഖയുടെ പോരിശ കൊണ്ട് സാധ്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശം മരണമാണ് നിനക്ക് നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് നിന്നെ കാത്തിരിക്കുന്നത്. അത് തട്ടിമാറ്റാനും നിന്റെ സാധാരണ സദഖ കൊണ്ട് കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സാധാരണ സദഖകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഉദ്ഹിയത്ത് കർമ്മത്തിന് ശേഷം അതിന്റെ മാംസവിതരണം എന്ന അഫ്ളലായ സദഖയുണ്ടല്ലോ, അതേക്കുറിച്ച് പറയുന്നത് ഖുർആന്റെ ആയത്തുകളാണ്. ഒരു സമൂഹത്തിന് തന്നെ കാവലാണെന്നാണ്. ഉദ്ഹിയ ഒരു സാമൂഹിക ബാധ്യതയായി നമ്മൾ നിർവഹിക്കുമ്പോൾ ഒരു സമൂഹത്തിന് തന്നെ കാവലായി നിൽക്കാണത്. സമൂഹം എന്ന് പറഞ്ഞാൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. ഖൈറു ഉമ്മ, ഉത്കൃഷ്ട സമുദായം എന്ന്, അല്ലെങ്കിൽ ഉത്കൃഷ്ട സമൂഹം എന്ന് പറയപ്പെട്ട നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മമാണ് ഉദ്ഹിയ. നമ്മളുടെ നിയോഗം തന്നെ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളുടെ പ്രയോജനം. ലിന്നാസ് അല്ലാമുലിൽ ഇന്തിഫാഅ് എന്നാണ് അതിന്റെ വ്യാകരണം. ജനങ്ങൾക്ക്. ലിന്നാസ് എന്ന് പറഞ്ഞത് മതഭേദമന്യേ എല്ലാവർക്കുമാണ്. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം എന്തിനേറെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഇമാം ബൈലാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ചതായും ഓർക്കുന്നുണ്ട്. ഒരു ശരിയായ നിസ്കാരം ഒരു മുസ്ലിം നിർവഹിക്കുമ്പോൾ അവന്റെ വീടിന്റെ 4 കോടികളിലേക്ക് 25 വീട് പിടിച്ചാൽ 100ഓളം വീട്ടുകാർക്ക് മതഭേദമന്യേ ആ ഒരൊറ്റ നിസ്കാരത്തിന്റെ കാവൽ സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഒന്നുകൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒരു ശരിയായ നിസ്കാരം തീർക്കുന്ന കാവൽ അങ്ങനെയാണ്. നിസ്കാരം കാവലാണല്ലോ. നിസ്കാരം ഫസ്വല്ലി, ഹബീബിനോട് നിസ്കരിക്കാൻ പറഞ്ഞോടത്ത് മുഴുവനും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കൊണ്ട് കാവൽ തീർക്കലാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. നിസ്കാരമാണ് പറഞ്ഞത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞതിന്റെ ശേഷം وذرني والمكذبين أولي النعمة فمهلهم قليلا إن لدينا قالا وجحيما وطعاما ذا غصة وعذابا أليما. അങ്ങ് നിസ്കരിച്ചാൽ ശത്രുവിനെ ഞാൻ പിടിച്ചു കെട്ടിക്കോളാന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാവലാണിത്. വസ്ജുദ് വഖ്തരിബ്, സുജൂദ് വർദ്ധിപ്പിക്കാനാ പറഞ്ഞത്, റബ്ബിലേക്ക് ചേരാനാ പറഞ്ഞത്. എന്തുകൊണ്ട്? അവിടെ അബൂജഹലിനെ പിടിച്ചു കെട്ടാനുള്ള ആയുധം നിസ്കാരമാണെന്ന് ആ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ കുറിക്കുന്നുണ്ട്. ഒരു പതക്ക വലിയ മാലയിൽ കോർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഈ പതക്ക വിറ്റാൽ കിട്ടുന്ന തുക എത്രയോ അത് മുഴുവനും
മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ ഞാൻ ഉപയോഗിക്കുമെന്ന് ആർത്തട്ടഹസിച്ച് ആഘോഷിച്ച് ഷാമിൽ നിന്നും ഒട്ടകത്തിന്റെ പുറത്ത് കയറി കുപ്പായത്തിന്റെ ബട്ടൺ മുഴുവൻ അഴിച്ചിട്ട് രോമാവൃതമായ ശരീരത്തിലെ തിളക്കമാർന്ന പതക്ക തത്തിക്കളിക്കുന്ന കാഴ്ചകൾ മാലോകരെ വിളിച്ച് കാണിച്ചുകൊണ്ട് അബൂജഹൽ ആർത്തിരമ്പി വരാ. ആ സമയത്താണ് നബിയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ജുദ് വഖ്തരിബ്, നബിയെ അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ചോ, റബ്ബിലേക്ക് അടുത്തോ. അള്ളാഹു അബൂജഹലിനെ പോലെയുള്ള ശത്രുവിനെ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധാരണക്കാരന്റെ അമലുകൾ അവന്റെ പരിസരങ്ങളിൽ വെളിച്ചം നിറയ്ക്കുന്നു എന്ന് പറയുന്നത് കാവലിന്റെ രൂപത്തിലാണ്. നിസ്കാരം കൊണ്ട് സാധിക്കുന്ന പോലെ സദഖകളിൽ ഉളുഹിയ നമ്മുടെ മുന്നിൽ തീർക്കുന്ന ഒരു കാവല് എല്ലാ സമൂഹത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ സാമൂഹിക പ്രതിരോധം, സാമുദായിക പ്രതിരോധം ഉളുഹിയയിലൂടെ നടക്കുന്നുണ്ട്. അത് സംബന്ധമായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രണ്ടിടത്തും നമുക്കത് കൃത്യമായി തന്നെ കാണാൻ കഴിയും. സൂറത്തുൽ ഹജ്ജിലെ 36 മുതൽക്കുള്ള 3 ആയത്തുകളാണ് ഉളുഹിയയെ കുറിച്ച് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാം ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ പറ്റുന്നു എന്നാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ആയത്ത് വഴി നമുക്ക് പറയാം. രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നത് റബ്ബിലേക്ക് നമ്മൾ ഈ മൃഗത്തെ അറുക്കുക വഴി രക്തമോ മാംസമോ എന്ന ബാഹ്യ പ്രകടനങ്ങളല്ല അവിടേക്ക് എത്താം. അവിടെ ഒരു ആത്മീയമായ ആനന്ദമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഒരു വലിയ പ്രതിരോധം അള്ളാഹു ഉദ്ഹിയയ്ക്ക് ശേഷം ഭൂമിയിൽ സംവിധാനിക്കുന്നു എന്നുള്ളതാണ്. ഉദ്ഹിയയെ കുറിച്ച് പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇടം പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിലാണ്. ആകെ 3 ആയത്തുള്ളൂ. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് ബലികർമ്മവും ബലിപെരുന്നാൾ നിസ്കാരവും, പെരുന്നാൾ നിസ്കാര ശേഷമാണ് അറവ് നടത്തേണ്ടത് എന്ന രീതിശാസ്ത്രം ഫിഖ്ഹ് പറഞ്ഞു. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇന്നശാനിഅക ഹുവൽ അബ്തർ എന്നാണ്, ശത്രുവിനെ റബ്ബ് വിമർശിച്ചു എന്നതാണ്. അപ്പൊ വലിയ ഒരു പ്രതിരോധം അള്ളാഹു നമുക്ക് ഉളുഹിയ കർമ്മത്തിലൂടെ നൽകുന്നുണ്ട്. അതെല്ലാവർക്കും ആവാം. പ്രത്യേകിച്ച് സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് അതിലൂടെ ഒരു കാവൽ കിട്ടുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അള്ളാഹു അത് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഏതായാലും പറഞ്ഞു വെച്ച ആയത്തുകളിലേക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ബുദന ജഅൽനാഹാ ലക്കും من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم ലഅല്ലക്കും തഷ്കുറൂൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ ആയത്ത് പറഞ്ഞു ഉളുഹിയ മൃഗങ്ങൾ, ബലികർമ്മത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതായ ഒട്ടകക്കൂട്ടങ്ങൾ മിൻ ശഅഇരില്ലാഹ്, അള്ളാഹുവിന്റെ ഷിആറിൽപ്പെട്ടതാ, റബ്ബിന്റെ ചിഹ്നങ്ങളാ. റബ്ബിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടാനുള്ള അടയാളങ്ങളാ. അള്ളാഹനെ ഓർക്കാൻ ഇതിനപ്പുറം വേറെ വേണ്ട. ഹൃദയം നന്നാവാൻ അത് മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത വചനം കേട്ടോളൂ. അതിന്റെ കൂടെ ലക്കും ഫീഹാ ഖൈർ, ഉളുഹിയ അറുക്കുന്നവരെ ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ട്. ഖൈർ എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്തതും നഷ്ടപ്പെടുത്തിയതും കഷ്ടപ്പെട്ടതും ഖൈറായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരും എന്നാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ സാമ്പത്തിക ടൈറ്റ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട്. അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവരുകൾ സാമ്പത്തിക പ്രയാസത്തിൽ ജീവിച്ച ആളാണ്. കാന അബൂ ഹാത്തിം യസ്തദീനു വയസൂഖുൽ ബുദ്ന, കടം വാങ്ങി എന്നിട്ടോ നല്ലൊരു ഒട്ടകത്തെ വാങ്ങി മഹാനവരുകൾ അതിനെ സന്തോഷത്തോടു കൂടെ തെളിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, തസ്തദീനു, കടം വാങ്ങിയോ? എന്നിട്ടോ തസൂഖുൽ ബുദ്ന, എന്നിട്ട് ഉളുഹിയക്ക് ഒട്ടകത്തെ വാങ്ങിയേക്ക? അങ്ങനെ ചോദിച്ചപ്പോൾ
അദ്ദേഹം സാമ്പത്തിക പ്രയാസത്തിന്റെ സാധാരണ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞു ഒഴിവ് പറഞ്ഞു മാറി നിൽക്കല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് സന്തോഷത്തോടു കൂടിയാ. ഫഖാല ഇന്നി സമിഅതു അല്ലാഹ് യഖൂൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഉളുഹിയെ കുറിച്ച് പറഞ്ഞൊരു വാക്ക, ഇങ്ങനെ ഒരു ശ്രമം നടത്താൻ എനിക്ക് പ്രേരണയും പ്രചോദനവുമായത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ, ലക്കും ഫിഹാ ഖൈർ, കഷ്ടപ്പെട്ടാലും അള്ളാഹു ഖൈർ പകരം മടക്കി തരുമെന്ന്. സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും, ശാരീരിക ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരും. ഖൈർ അള്ളാഹ് തരുമെന്ന് പറഞ്ഞത് ഖൈർ എന്ന വാക്ക് തന്നെ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം, അത് പദപ്രയോഗത്തിൽ അഫ്അലു തഫ്ദീൽ എന്ന് ഇല്ലെങ്കിലും ലഫ്ദിൽ ഇല്ലെങ്കിലും മഅനയിലുണ്ടെന്നാണ്. അതായത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണത്. അതിനേക്കാളും മെച്ചമായത് ഇനി വേറെ ഇല്ല. അള്ളാഹ് തരുന്ന ഖൈർ അങ്ങനെയാണ്. അതിനെ കമ്പയർ ചെയ്ത്, അതിനെ തുലനം ചെയ്ത് മറ്റൊരു ആശയത്തിലേക്ക് മനുഷ്യ മനസ്സ് എത്തില്ല. അത്രയും അള്ളാഹു തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉളുഹിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിൽ ഒന്നാമത് അള്ളാഹുവിന്റെ ശിആർ എന്ന് പറഞ്ഞു. രണ്ടാമത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയ നിർവൃതി, രക്തമോ മാംസമോ അല്ല അവിടേക്ക് അള്ളാഹുവിലേക്ക് എത്തുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ ആത്മീയമായി വിലക്കെടുത്തു എന്ന ചിന്തയാണ്, നിങ്ങളുടെ താല്പര്യമാണ്. അള്ളാഹു പരിഗണിക്ക എന്ന് പരിശുദ്ധ ഖുർആൻ. വലാകി യനാലുഹു തഖ്വാ മിൻകും, തഖ്വയുണ്ടാവണം. തഖ്വ നിങ്ങൾ എത്രത്തോളം അതിനെ സൂക്ഷ്മതയിൽ പരിശോധിച്ചു, എത്ര കണ്ടതിനെ ആത്മീയമായി നിങ്ങൾ ആനന്ദിച്ചു, അള്ളാഹു അതാ നോക്കുന്നത്. മൂന്നാമത്തെ ആയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആയത്ത് കേട്ടോ, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. ഉളുഹിയ്യയുടെ പ്രാധാന്യവും അതിന്റെ നിർവഹണവും കഴിഞ്ഞിട്ട് പിന്നെ പറയാ, മുഅ്മിനീങ്ങളുടെ മുന്നിൽ അള്ളാഹു പ്രതികൂല അവസ്ഥകൾക്ക്, പ്രതിസന്ധികൾക്ക് പ്രതിരോധം തീർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉളുഹിയ കൊണ്ട് ഒരു വലിയ പ്രതിരോധം, ഒരു കാവൽ ഉണ്ടെന്ന് ഖുർആൻ. നേരത്തെ പറഞ്ഞ പോലെ ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹബീബേ അങ്ങേക്ക് നാം കൗസർ തന്നില്ലേ. ഹൗദുൽ കൗസർ മാത്രമല്ല, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അഖിലം അതിലുണ്ട്. അണമുറിയാത്ത സന്താന സൗഭാഗ്യം എന്ന് കൗസർ എന്നതിന് അർത്ഥമുള്ളതായി ഇമാം റാസി അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തനബിക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ ഖൈറും കൊടുത്തു എന്നതാണ് കൗസർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏകദേശം 20-ൽ പരം തഫ്സീറുകളാണ് ഈ കൗസർ എന്ന വാക്കിന് കാണുന്നത്. ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കിട്ടിയതിനെ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു ഫസ്വല്ലി, അങ്ങ് പെരുന്നാൾ നിസ്കരിക്കുക. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു, ഇക്രിമ എല്ലാവരും പറയുന്നത് റളിയല്ലാഹു അൻഹു. ഇമാം ഷൗക്കാനി അവിടുത്തെ ഫത്ഹുൽ ഖദീറിൽ പറയുന്നുണ്ട്, ആ പറയപ്പെട്ട നിസ്കാരം അൽ മുറാദ് സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ, വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമാണ് പറഞ്ഞത്. ഫസ്വല്ലി, അങ്ങ് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം. വൻഹർ, നിസ്കാര ശേഷമാ അറിവ്, നിസ്കാര ശേഷമാണ് അറിവ് എന്ന ഫിഖഹാണ് പിന്നെ പറഞ്ഞത്. വൻഹർ, നിസ്കരിച്ച ശേഷം അങ്ങ് ഉളുഹിയ, നെഹർ, നെഹ്റുൽ ഉളുഹിയാണ്. ഒട്ടകത്തെ ഇറക്കുന്നോടത്താണ് ആ ഒരു പ്രയോഗം മിക്കവാറും. അതിനെ ഉളുഹിയത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയാണ് വൻഹർ, ഉളുഹിയ കർമ്മത്തിന്റെ അറിവ് നിർവഹിക്ക്. അതിനുശേഷം പറഞ്ഞ ആയത്ത് ഇന്നസാനിഅക ഹുവൽ അബ്തർ, അങ്ങയുടെ ശത്രു അവനാണ് ബറക്കത്ത് മുറിഞ്ഞു പോയവൻ, കുടുംബ പരമ്പര നിലച്ചുപോയവൻ. അബ്തർ, അവന ശത്രുവിനെ വിമർശിച്ചു. അപ്പൊ ഒരു കാവൽ, നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമാണ് വലിയ പെരുന്നാളിന് നടത്തുന്ന ഉളുഹിയ കർമ്മം. ഇതൊരു സാധാരണ അറവോ ഒരു സാധാരണ രീതിയിൽ അറുത്തു കൊടുക്കുക, ഇറച്ചിദാനം ചെയ്യുക, അങ്ങനെയുള്ളൊരു ദാനധർമ്മമോ അല്ല. ഇബ്രാഹിമി ചര്യ, സുന്നത്ത് എന്നാ പറഞ്ഞത്. സ്വഹാബികൾ ചോദിച്ചതാണ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ഇബ്നു മാജയുടെ സുനനിൽ കാണാം. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, മഹാദിഹിൽ അല്ലാഹ യാ റസൂലല്ലാഹ്, എന്താ ഉളുഹിയ? സുന്നത്തു അബീക്കും ഇബ്രാഹിം, അത് ഇബ്രാഹിമി ചര്യയുടെ അനുധാവനത്തിന്റെ അണമുറിയാത്ത തുടർച്ച എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു അതിൽ ചേർക്കട്ടെ. അങ്ങനെയുള്ള ഒരു ചര്യയുടെ ഭാഗമായി മാറുമ്പോ കഴിവ് എത്രയെന്ന് അള്ളാഹ്ക്കറിയാം. ഒരു 10,000-ഓ 12,000-ഓ ഒക്കെ കൊടുത്ത് ഒരു മൃഗത്തിൽ കൂടാനുള്ള കഴിവ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നാം പറയുന്ന ബാലിശമായ കാരണങ്ങൾക്കപ്പുറം അത് എത്ര ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളും പുറവും അള്ളാഹുവിനറിയാം.
ഖബീറും ബിമാ തഅമലൂൻ എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറയാം. ഉള്ളു അറിയാം, പുറം അറിയാം. അതുകൊണ്ട് ആരെ അത് ബോധിപ്പിക്കാം? നാട്ടുകാരെയോ? ബോധ്യമുള്ള ഒരാളുണ്ട് അവിടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പറഞ്ഞെന്നറിയോ? ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ സഅതൻ ഫലം യുളഹി. അല്ലാഹ് കൊടുത്ത ഒരു വിശാലത ഉണ്ട്, അല്ലാഹ്ക്കും അറിയാം, അവനും അറിയാതെ. എന്നാൽ അവൻ ഉളുഹിയത്ത് അർത്ഥതുമില്ല. അല്ലാഹ് കൊടുത്ത വിശാലത എത്ര ഉണ്ടെന്ന് അള്ളാഹുവിനും അറിയാം, ഇത് കിട്ടിയവനും അറിയാം. വേണമെങ്കിൽ നടക്കുമായിരുന്നു, പക്ഷെ ഫലം യുളഹി, അവൻ അതിന് ശ്രമിച്ചതേ ഇല്ല. എന്നാൽ ഫലാ യഖറബന്ന മുസല്ലാന, അവൻ ഒരു മുസ്ലിം എന്ന പരിഗണനയില് ഞങ്ങൾ നിസ്കരിക്കുന്നിടത്തേക്ക് വരണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി പുറത്ത് നിർത്തിയ പോലെ ഒരാളെ പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഉളുഹിയ കർമ്മത്തിന്റെ ഗൗരവമാണ് നാം ഓരോരുത്തരും അവിടെ അറിയേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടത്, ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ മദ്രസ മുഅല്ലിമീങ്ങൾ 5000ഉം 6000ഉം ഒക്കെ ശമ്പളം വാങ്ങുന്ന മദ്രസ മുഅല്ലിമീങ്ങൾ പലരും ഉളുഹിയ കർമ്മത്തിൽ മുടങ്ങാതെ എല്ലാ വർഷവും പങ്കെടുക്കുന്നു എന്നൊരാൾ പറയുമ്പോൾ കണ്ണു നിറഞ്ഞു പോയി. ഒരു മാസം ജീവിക്കാൻ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെ 2 മാസത്തേത് ചേർത്ത് വെച്ചാൽ മാത്രം ഒരു ഉളുഹിയയിൽ ഒരു ഷെയർ കൂടാൻ പറ്റും. അതായത് 2 മാസം ആ കുടുംബം ജീവിക്കാൻ കണ്ടെത്തേണ്ട ആ പണം ഉളുഹിയക്ക് വേണ്ടി മാറ്റിവെക്കാൻ മുഅല്ലിമീങ്ങൾ, മദ്രസ അധ്യാപകരായ വളരെ പാവപ്പെട്ട ഉസ്താദുമാർ, സക്കാത്ത് കൊടുത്ത സ്വീകരിക്കാൻ അർഹതയുള്ള, നമ്മുടെയൊക്കെ നാടുകളിൽ സക്കാത്തിന്റെ പണമൊക്കെ ആരെ കൊടുത്ത് ഏൽപ്പിച്ച് അതിന്റെ അർഹത ഉള്ളവരെ കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയാം മദ്രസ മുഅല്ലിമീങ്ങളാണ്. വളരെ മിസ്കീന്മാരായ മനുഷ്യന്മാരാണ്. അങ്ങനെയുള്ളവർ അതിലേക്ക് മുടങ്ങാതെ ആവേശത്തോടു കൂടെ, അവരൊന്നും ഫ്രെയിമിൽ ഇല്ല, ചർച്ചയിലില്ല, പക്ഷേ വലിയ വലിയ ധനാഢ്യർ കാണിക്കുന്ന പിശുക്കിന്റെ മുന്നിൽ ഈ മദ്രസാധ്യാപകർ വലിയൊരു മാതൃകയാണ്. അത്രത്തോളം ഇതിലേക്ക് ആവേശത്തോടു കൂടെ വരുന്ന എത്രയോ ആളുകളുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോൾ ഫാത്തിമയോട് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, യാ ഫാത്തിമ, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ ഹദീസ് കാണാം, അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ഫാത്തിമ ഖാല യാ ഫാത്തിമ ഖൂമി ഇലാ ഉലുഹിയത്തികി. ഫാത്തിമ, നിന്റെ ഉലുഹിയത്ത് മൃഗത്തിന്റെ അടുത്തേക്ക് നീ ചെല്ലണം, ആ മൃഗത്തെ കണ്ടു ബോധ്യാവണം. ഒന്നുകൂടി പറയാം, നമ്മൾ ഉലുഹിയ അറുക്കുന്ന മൃഗം, നമ്മുടെ മൃഗം ഏതാണെന്ന് നമ്മൾ കണ്ടു ബോധ്യാവണം. നമുക്ക് കാണാനോ ബോധ്യാവാനോ സാധ്യതയില്ല, അതിനൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കാണാനും അത് ബോധ്യാവാനും പറ്റിയ മൃഗത്തിന്റെ പരിസരത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ വക്കാലത്ത് ഏൽപ്പിക്കണം. അത് ഉലുഹിയയുടെ ഒരു നിബന്ധനയാണ്. നിയ്യത്ത് വെക്കണം. എന്താണ് നിയ്യത്ത്? പഠിച്ചു വെച്ചോ. എന്റെ സുന്നത്തായ ഉളുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. സുന്നത്തായ ഉളുഹിയത്ത് എന്ന് അണ്ടർലൈൻ ചെയ്യണം. സുന്നത്ത് എന്ന വാക്ക് നിർബന്ധമായിട്ടും വേണം. എന്റെ സുന്നത്തായ ഉളുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി, അല്ലെങ്കിൽ ഈ മൃഗത്തെ ഉളുഹിയ അറുക്കലിലൂടെ എന്റെ ഉളുഹിയത്തിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. സുന്നത്തായ ഉളുഹിയത്ത് എന്ന ആ വേർഡ് ഹൃദയത്തിൽ ഉണ്ടാവണം. നിയ്യത്ത് മനസ്സിലാണ്, നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. ഈ ആയത്ത് വളരെ വിശാലമായിട്ടത് പറയുന്നുണ്ട്. ഉലുഹിയത്ത് മാത്രം നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല. എന്റെ സുന്നത്തായ ഒരു പ്രാവശ്യം വായ കൊണ്ട് പറഞ്ഞു എന്നോർത്ത് തെറ്റൊന്നുമില്ല. ഉലുഹിയയിൽ കൂടിയവരൊക്കെ ഒന്ന് പറഞ്ഞാലും തിരക്കേടില്ല. എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. അങ്ങനെ നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെക്കല് നമുക്കത് അമലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അറവ് സ്വന്തം കൈകൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം. സ്വന്തം കൈകൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം. സ്വന്തം കൈകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അറക്കുന്നോടത്ത് സാക്ഷിയാവണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അറവ് നീ കാണണമെന്നാ പറഞ്ഞത്. അറവിന് സാക്ഷിയാവാൻ മകളെ വിളിച്ച് ഹിജാബിന്റെ എല്ലാ അവസരങ്ങളും എല്ലാ രീതികളും ഉണ്ടായിട്ടും അറിവിന് സാക്ഷിയാവണം എന്ന് പറഞ്ഞോടത്ത് ഹിജാബ് തന്നെ പരിഗണിച്ചുകൊണ്ട് ഫാത്തിമ ബീവി അറിവിന് സാക്ഷിയായിട്ടുണ്ടെന്ന ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഹദീസ് ഉണ്ട്. അറിവിന് സാക്ഷിയാവണം. പറ്റില്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കണം. നിയ്യത്ത് വെക്കാനും അതുപോലെ തന്നെ അറിവിന് സാക്ഷിയാവാനും വക്കാലത്ത് ഏൽപ്പിക്കണം. ഉളുഹിയയിലെ വക്കാലത്ത് മാസപ്പിറവിക്ക് ശേഷമാണ് പറ്റൂ. ദുൽഹിജ്ജ മാസത്തിന്റെ പിറവിക്ക് ശേഷമേ അത് പറ്റൂ എന്നുള്ളതാണ്. ആ രീതിയിൽ ഉളുഹിയയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അറുക്കപ്പെടുന്ന മൃഗത്തിന് അനുബന്ധമായി വരുന്ന എല്ലാ ചിലവുകളും അതിന് ഇമാം മഹല്ലിയൊക്കെ പറയുന്നുണ്ട്. അറുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലം മിനുസമുള്ളതാണോ എന്ന് പരിശോധിക്കണം ഈ മൃഗത്തിന്റെ ഉടമ.
ചീളുകളും കല്ലുകളും അവിടെ മുഴച്ചു നിൽക്കുന്നെങ്കിൽ അത് തട്ടിമാറ്റി മിനുസപ്പെടുത്തി കൊടുക്കണം ആ മൃഗം വീഴുന്ന ഇടം. അതുപോലെ തന്നെ അറവിന്റെ നേരത്ത് ഷാഫിഈ മദ്ഹബിലെ പ്രധാന കിതാബുകൾ മഹല്ലി അടക്കം പറയുന്നുണ്ട്, മൃഗത്തിന്റെ വലത്തെ കാല് കെട്ടാതിരിക്കണം. മസല പറഞ്ഞത് പോത്തോടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ, മൃഗത്തിന്റെ വലത്തെ കാല് കെട്ടാതിരിക്കണം എന്നാ പറയുന്നത്. അത് മസലാണത്. അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പരമാവധി അറവ് തുടങ്ങിയാൽ അത് പൂർണ്ണമാവണ വരെ ആ മൃഗം എടയാതെ പിടയാതെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാധാരണ ഒരു അറവ് പോലെയല്ല. ഉളുഹിയ മൃഗത്തെ അറുത്തിട്ട് മുറിവ് വന്ന ശേഷം മൃഗം കുടഞ്ഞ് എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഹയാത്ത് മുസ്തഖിറ, അതായത് വീണ്ടും അറുത്ത് ഉപയോഗിക്കാനുള്ളതായ യോഗ്യത ആ മൃഗത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ പിന്നെ അറുക്കുമ്പോൾ അത് മുഅയ്യബായ മൃഗമാണ്, ഉളുഹിയയുടെ യോഗ്യത പോയതിന്. പിന്നെ ആ മൃഗത്തെ ഇറക്കുമ്പോൾ അത് ഉളുഹിയ അല്ലാതെ വരാം. അപ്പൊ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഉളുഹിയ അറുക്കുന്നോടത്ത്. അത് ഇബാദത്താണ്. ഫാത്തിമ ബിയോട് റസൂലുള്ളാഹി പറഞ്ഞ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിൽ വീഴലോടുകൂടെ പാപം പൊറുത്തു. അത് ചെറിയ കാര്യമൊന്നുമില്ല. പാപം പൊറുത്ത് സർവ്വ പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നു എന്ന പദവി കിട്ടിക്കഴിഞ്ഞു. മോളെ, അറിവ് കഴിഞ്ഞ ഉടനെ നീ പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്റുണ്ട്, പറയട്ടെ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീന ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇത് അറിവിന്റെ ഉടനെ പറയൽ സുന്നത്താണ്. ഉളുഹിയ അറുക്കാൻ വേണ്ടി വാങ്ങിയ മൃഗമല്ല, എന്നാലും ആ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് സാധാരണ ഉളുഹിയ അറുക്കുക. അത് ഉളുഹിയക്ക് വേണ്ടി നിർത്തിയേക്കണ മൃഗമൊന്നുമല്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ആ വർഗത്തിൽപ്പെട്ട ഏതോ മൃഗം, ഉളുഹിയ അറുക്കാൻ പറ്റിയ വർഗത്തിൽപ്പെട്ട മൃഗമാണല്ലോ ആട്, പശു, എരുമ ഒക്കെ. പൂച്ചയും അതുപോലെ തന്നെ നായൊന്നും അതിൽപ്പെട്ടതല്ലല്ലോ. അപ്പൊ ഇത് ഉളുഹിയയുടെ മൃഗമൊന്നുമല്ല, ഒരാൾ വളർത്തുന്ന മൃഗമാണ്, ആ വർഗത്തിൽപ്പെട്ടതാണ്. ആ വർഗത്തെ കാണുമ്പോൾ പോലും അല്ലാഹു അക്ബർ എന്ന് പറയല് സുന്നത്താണ്. ഈ രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഉളുഹിയയുമായി ബന്ധപ്പെട്ട്. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ചെയ്യുന്ന അമലല്ലേ, അതേക്കുറിച്ച് ഇങ്ങനെ പരമാവധി ഓരോ വർഷവും നമ്മളൊന്ന് അപ്ഡേറ്റ് ആവല് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആ മൃഗത്തെ കാണാൻ ചിലർ ഷെയർ കൂടി കഴിഞ്ഞാൽ ഒരു പോക്ക പിന്നെ ആ വഴിക്കില്ല. അത് കാണാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ ചെലവുകൾ, വിതരണം എന്നുള്ളടത്ത് ഈ അറിവ് നടന്നു കഴിഞ്ഞാൽ രക്തമിറ്റോ ആ അറിവ് നടന്നോ, ഇനി ഇത് പൈസ കൊടുത്ത് വാങ്ങിയ ആൾക്ക് അതിൽ അവകാശം ഇല്ല. ശരിക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ആ നാട്ടിലെ ഫക്കീർ മിസ്കിൻ്റെതായി കഴിഞ്ഞു. അവകാശവാദം പറയാൻ ആർക്കും അർഹതയില്ല. ഉളുഹിയ മൃഗത്തിന്റെ അറിവിന് ശേഷം ആ മൃഗം സ്വന്തമാക്കിയത് ഫക്കീർ മിസ്കിന്റെ അവകാശത്തിലേക്കാ പോവാ. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നു. സദഖയുടെ പ്രതിഫലം നമുക്ക് കിട്ടാൻ നമ്മൾ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നു, നമ്മുടെ കടമ എന്നോണം. അതുകൊണ്ട് നമ്മുടേത് എന്ന് പറയാൻ പോലും അറിവ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏടിൽ കയറി നമുക്ക് പ്രതിഫലമായി കയറി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്നത് പരമാവധി അതിൽ ഭക്ഷണമായി തന്നെ ഉപയോഗിക്കണം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിവിയോട് അറിവിന്റെ ശേഷം ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ സ്വഹാബിയായ മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇത് അഹ്ലുബൈത്തിന്റെ മാത്രം ദിക്റാണോ? ഇത് നബി കുടുംബത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രം ചൊല്ലേണ്ട ദിക്റാണോ? മനസ്സിലാക്കി വെച്ചോളൂ. പെണ്ണുങ്ങൾക്കും കഴിവുണ്ടെങ്കിൽ, കഴിവെന്ന് പറഞ്ഞപ്പോ എന്തുട്ടാ, സാധാരണ നമ്മുടെ വീട്ടില് സ്ത്രീകൾക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല. അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ അവർ നല്ല ആസ്തിയുള്ളവരൊക്കെ തന്നെയാണ്. കഴിവ് തന്നെയാണിത്. നമുക്ക് അവരുടേതും കൂടി കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ എന്റെയും എന്റെ ഭാര്യയുടേതും എന്ന് പറഞ്ഞ് 2 ഷെയർ കൂടാ. അങ്ങനെ കൂടാവുന്നതാണ്. സുന്നത്ത് മുഅക്കദയാണ്. അവർക്കും നമ്മളെ പോലെ തന്നെയാണ്. വാങ്കുളിച്ചാൽ നമ്മൾ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, നമ്മൾ നോമ്പ് പിടിക്കുന്നു. കഴിവുണ്ടെങ്കിൽ ഭാര്യക്കും കൂടി നമ്മൾ ചേരാവുന്നതാണ്. കഴിവ് അള്ളാഹ്ക്ക് ബുദ്ധിയുള്ളതാ. ഈ വർഷം സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. അഹ്ലുബൈത്തിന് മാത്രമല്ല മോനെ, ഉദ്ഹിയയുടെ ശേഷം പറഞ്ഞ ഇന്ന സ്വലാത്തി എന്ന് തുടങ്ങുന്ന ദിക്ർ, അത് എല്ലാ ബല്ലിൽ മുസ്ലിമീന ആമ്മ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇത് പൊതുവെ സുന്നത്തായ അമലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച വെക്കരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂർച്ചയുള്ള ആയുധം വേണം. മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച വെക്കരുതേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കൊണ്ടുപോയി ചാട്ട പറഞ്ഞ് നല്ല പെട കൊടുത്തു. ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ മിർഖത്തിൽ പറയുന്നുണ്ട്,
ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നല്ല പെട കൊടുത്തു. കാരണം എന്താ? മൂപ്പര് ചെയ്ത തെറ്റ് മാടിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച കൊടുത്തു. അവര് സംസാരിക്കില്ല എന്നേ ഉള്ളൂ. വിവേകങ്ങൾ ഏറെ അവർക്കുണ്ട്. ഒരു പോത്തിനെ വളർത്തിയാൽ അത് എത്രമാത്രം സ്നേഹത്തോടുകൂടെ ഇടപഴകുന്നു. വിവേകമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവനൊന്ന് തലോടിപ്പോയാൽ ആ മണം പിടിച്ചു വെച്ചാൽ അവൻ സമീപിക്കുമ്പോൾ ആ മൃഗം അത് തിരിച്ചറിയുന്നു. വിവേകമുണ്ട്. വർത്താനം പറയണില്ല എന്നുള്ളൂ. അതിന്റെ മുന്നിൽ വെച്ചുള്ള ക്രൂര വിനോദമായി ആയുധ മൂർച്ച വെക്കൽ കറാഹത്ത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നതോടൊപ്പം മഹാനായ ഖലീഫ അങ്ങനെ ചെയ്തവനെ ശക്തമായി പ്രഹരിച്ചു എന്ന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. എന്ന് മാത്രമല്ല, മറ്റൊരു മൃഗം കാണുന്നെടുത്തിട്ട് ഒരു മൃഗത്തെ അറുക്കാനും പാടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ യൂസുഫ് നബിയെ അള്ളാഹു മാറ്റി നിർത്തിയ ഒരു വലിയ സങ്കടത്തെ പതിറ്റാണ്ടുകളോളം മഹാനവറുകൾ അനുഭവിക്കാനും അതിന്റെ പേരിൽ കരഞ്ഞ് കലങ്ങി കണ്ണിന്റെ കാഴ്ച പോകാനും നിദാനമായിട്ടുള്ള ഒരു സബബ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതോ ഒരു സന്ദർഭത്തിൽ യൂസുഫ് നബിയുടെ വാപ്പ യാക്കൂബ് നബി എപ്പോഴോ ഒരു മാടിനെ അറുക്കുന്നത് മറ്റൊരു മാട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഖേദത്തിന് തുല്യമായത് അനുഭവിക്കാൻ അള്ളാഹ് ഖളാ ആക്കിയത് ഈ കാരണത്തെയാണെന്ന് മജാലിസ് സനിയ പോലെയുള്ള കിതാബുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. മാട് ഒന്ന് കാണത്തക്ക രീതിയിൽ മറ്റതിനെ അറുക്കാതെ പരമാവധി സൂക്ഷിക്കണം. ചില നാടുകളിലുണ്ട് ഉളുഹിയ രാത്രി അറുക്കല്. രാത്രിയുള്ള അറിവ് പൊതുവെ കറാഹത്താണ്, എന്നാൽ ഉളുഹിയ അതിശക്തമായ കറാഹത്താണ്. ഈ രീതിയിലാണ് അതിന്റെ മസായിൽ പോകുന്നത്. ഇത് കൂടുതൽ വ്യാഖ്യാനിച്ച് പറയാനുള്ള സന്ദർഭം നമുക്കില്ലാത്തത് കൊണ്ട് ആവശ്യാനുസരണം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വഴി അതിന്റെ മറുപടിയും തരും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ മൗത്താക്കൾക്കും ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കും പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പരിപൂർണ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മുറാദ് ഹാസിലാകാൻ വേണ്ടി പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ റബ്ബേ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ വർഷത്തെ ഉളുഹിയ കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ചവർ, അതിനു വേണ്ടി ശ്രമിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ആശ്വാസം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവസ്ഥകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും തടസ്സങ്ങളാവാത്ത വിധം സരളമാവാൻ എളുപ്പമാവാൻ നീ സംവിധാനിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഉളുഹിയ കൊണ്ട് കിട്ടേണ്ട ആത്മീയ ഭൗതികമായ എല്ലാ കാവലുകളും ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും റബ്ബേ ഞങ്ങൾക്കാർക്കും പാഴാവല്ലേ അല്ലാഹ്. മഹാന്മാരായ ഹാജിമാരുടെ അറഫയും മുസ്ദലിഫയും മിനയും എല്ലാം നീ എളുപ്പമാക്കുക അല്ലാഹ്. അവരുടെ ദുആകളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർ സഹിക്കുന്ന ക്ലേശങ്ങളിൽ സബ്ർ നൽകുക അല്ലാഹ്. അല്ലാഹുവേ അവരുടെ അമലുകൾക്ക് കബൂലിയത്ത് നൽകുക അല്ലാഹ്. പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകുക അല്ലാഹ്. അതിലേക്ക് പങ്കാളികളാവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണേ അല്ലാഹ്. വൈകാത്ത ഭാവിയിൽ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാഹ്. പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ലോകത്തുള്ള മനുഷ്യരിൽ നീ ആശ്വാസം നൽകുക അല്ലാഹ്. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് നീ ആശ്വാസം നൽകുക അല്ലാഹ്. കുവൈത്തിലുണ്ടായ ദുരന്തത്തിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ആശ്വാസം നൽകണേ അല്ലാഹ്. ദുരന്ത ഭൂമികയിലെ മനുഷ്യർക്ക് മുഴുവൻ നീ കരുണ ചെയ്യണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.